ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ജർമ്മൻ സൂപ്പർ താരമായിരുന്ന ടോണി ക്രൂസിന്റെ വിടവ് ഇപ്പോഴും റയലിന് നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ടോണി ക്രൂസിനെ പോലെയുള്ള ഒരു താരത്തെ മധ്യനിരയിൽ റയൽ ഇപ്പോൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലൂക്ക മോഡ്രിച്ച് കൂടി ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ്. മധ്യനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ ക്ലബിനോട് ഗുഡ് ബൈ പറയുമ്പോൾ സാബി അലോൺസോക്ക് ചില ആശങ്കകൾ ഒക്കെയുണ്ട് എന്നാണ് മാധ്യമമായ ഡിഫൻസ സെൻട്രൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ടോണി ക്രൂസിന്റെയും ലൂക്ക മോഡ്രിച്ചിന്റെയും അഭാവം നികത്താൻ കഴിവുള്ള ഏതെങ്കിലും ഒരു താരത്തെ മധ്യനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് സാബി അലോൺസോ ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSG പോർച്ചുഗീസ് മധ്യനിര താരമായ വീറ്റീഞ്ഞയെ സ്വന്തമാക്കാൻ റയലിന് താല്പര്യമുണ്ട് എന്നാണ് ഡിഫൻസ സെൻട്രൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ മാർക്കയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പ്രശ്നം എന്തെന്നാൽ വീറ്റീഞ്ഞയെ കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം PSG അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മറിൽ വീറ്റീഞ്ഞയെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ റയലിന് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നാണ് മാർക്കയും ഡിഫൻസ സെൻട്രലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് PSG വേണ്ടിയും പോർച്ചുഗലിന് വേണ്ടിയും വീറ്റീഞ്ഞ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് വീറ്റീഞ്ഞ. അതുകൊണ്ട് തന്നെ PSG അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല. സാബിക്കാവട്ടെ മധ്യനിരയിലേക്ക് ഒരു താരത്തെ ഇപ്പോൾ ആവശ്യവുമുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.